എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ആവേശകരമായ പോരാട്ടത്തിൽ സവായ് മാൻസിംഗ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് രാജസ്ഥാൻ റോയൽസ് ആരാധകരെ ഒന്നടങ്കം ആഴത്തിലുള്ള ഞെട്ടലിലാഴ്ത്തിയ ഒരു സംഭവവികാസത്തിനാണ്. സ്കോർ ബോർഡിൽ 225 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പടുത്തുയർത്തിയിട്ടും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാന്റെ ബൌളർമാരെ നിർദ്ദയം പിച്ച് ചീന്തിയത് ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർത്തു. അസാധ്യമെന്ന് തോന്നിയ ഈ കൂറ്റൻ ലക്ഷ്യം കേവലം ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഡൽഹി അനായാസം മറികടന്നപ്പോൾ പരാഗിന്റെ മുഖം രോഷം കൊണ്ട് ചുവന്നിരുന്നു. ക്രിക്കറ്റ് ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച് രാജസ്ഥാൻ ക്യാപ്റ്റന്റെ ആ വാക്കുകളിലേക്കും വെളിപ്പെടുത്തലുകളിലേക്കുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മത്സരത്തിന്റെ അവസാന പന്തുമെറിഞ്ഞ് ഡൽഹി ക്യാപിറ്റൽസ് വിജയമുളപ്പിച്ച നിമിഷം ബൗണ്ടറി ലൈനിൽ നിന്ന് റിയാൻ പരാഗ് തികച്ചും നിരാശനും ഹതാശനുമായിരുന്നു. തന്റെ ടീമിന്റെ ഈ ദയനീയ പ്രകടനത്തിൽ അദ്ദേഹം എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ആ മുഖഭാവങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മത്സരശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ മൈക്രോഫോണിന് മുന്നിലെത്തിയ പരാഗ് യാതൊരു ഒഴിവുകഴിവുകളും നിരത്താതെ സ്വന്തം ടീമിന്റെ തന്ത്രപരമായ വീഴ്ചകൾക്കെതിരെയും അച്ചടക്കമില്ലായ്മയ്ക്കെതിരെയും ആഞ്ഞടിച്ചു. അതിങ്ങനെയായിരുന്നു: ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സ്വന്തം തട്ടകത്തിൽ 225 റൺസ് പോലൊരു കൂറ്റൻ സ്കോർ പ്രതിരോധിക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് അതിയായ ലജ്ജയും ദുഃഖവും തോന്നുന്നു. സ്കോർ ബോർഡിൽ ഇത്രയും വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നിട്ടും നമ്മുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ബൌളർമാർ വെറും 15-16 ഓവറുകൾക്കുള്ളിൽ അത് വെള്ളം പോലെ ഒഴുക്കിക്കളഞ്ഞെങ്കിൽ അതിനർത്ഥം സമ്മർദ്ദഘട്ടങ്ങളിൽ നമുക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. പവർ പ്ലേയിലെ നിർണായക ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാതെ പോയതും ഫീൽഡിംഗിലെ ചാമ്പ്യൻ ടീമിനു വേണ്ട യാതൊരുവിധ ഊർജ്ജവും ആക്രമണോത്സുകതയും കാണിക്കാൻ കഴിയാതിരുന്നതും ക്ഷമിക്കാനാവാത്ത തെറ്റുകളാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ജോഫ്ര ആർച്ചറും നാന്ദ്രെ ബർഗറും തുടങ്ങിയ ലോകോത്തരവും അപകടകാരികളുമായ പേസ് ബൌളർമാർ സ്വന്തം നിരയിലുണ്ടായിട്ടും ഡൽഹിയുടെ KL രാഹുലും പത്തും നിസ്സംഗയും അവരെ മൈതാനത്തിന്റെ എല്ലാ മൂലയ്ക്കും പറത്തിയത് രാജസ്ഥാന്റെ തന്ത്രങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി. പ്രതിരോധിക്കാൻ മറന്ന ബൌളർമാരെക്കുറിച്ച് പരാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വിജയലക്ഷ്യം പിന്തുടരുന്ന ടീം ഓവറിൽ 12 റൺസ് നിരക്കിൽ അടിച്ചു മുന്നേറുമ്പോൾ വിക്കറ്റ് വീഴ്ത്തുക എന്നതായിരിക്കണം ബൌളർമാരുടെ ലക്ഷ്യം. എന്നാൽ നമ്മുടെ പേരെടുത്ത ബൌളർമാർ വെറുതെ റൺസ് തടയാൻ വേണ്ടി മാത്രം ലക്ഷ്യമില്ലാതെ പന്തെറിയുകയായിരുന്നു. മധ്യ ഓവറുകളിൽ രവി ബിഷ്ണോയിയെയും രവീന്ദ്ര ജഡേജയെയും പോലുള്ള പരിചയസമ്പന്നരായ സ്പിന്നർമാരെ ഉപയോഗിച്ച് കളി തിരികെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ന് KL രാഹുൽ ഒരു വിനാശകരമായ മാനസികാവസ്ഥയിലായിരുന്നു. ഏറ്റവും അധികം വെട്ടലുണ്ടാക്കിയത് യുവതാരമായ വൈഭവ് സൂര്യവംശിയെയും എതിർ ക്യാപ്റ്റൻ KL രാഹുലിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പരാഗിന്റെ പ്രസ്താവനയാണ്. ലോകവും മാധ്യമങ്ങളും വൈഭവിന്റെ ചെറുപ്രായത്തെക്കുറിച്ചും അവന് ദൈവം നൽകിയ കഴിവിനെക്കുറിച്ചും വാചാലമാകുന്നുണ്ട്. പക്ഷേ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ പ്രകടനം മാത്രമാണ് മുഖ്യം. കേവലം 2 പന്തുകൾ മാത്രം നേരിട്ട് 4 റൺസ് എടുത്ത് പുറത്തായതിലൂടെ വൈഭവ് ടീമിനെ തുടക്കത്തിൽ തന്നെ വലിയ സമ്മർദ്ദത്തിലാക്കി. ഒരു ഓപ്പണർ എന്ന നിലയിൽ അവൻ പൂർണ്ണ പരാജയമായിരുന്നു. മറുവശത്ത് നിർദ്ദയമായ ബാറ്റിംഗിലൂടെയും മികച്ച ക്യാപ്റ്റൻസിയോടെയും KL രാഹുൽ ഇന്ന് ഞങ്ങളെ ക്രിക്കറ്റിന്റെ യഥാർത്ഥ പാഠം പഠിപ്പിച്ചു. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലുള്ള മുംബൈ ഇന്ത്യൻസിനെ പോലെ രാജസ്ഥാൻ റോയൽസും ഇന്ന് കളത്തിൽ തികച്ചും ദിശാബോധമില്ലാത്തവരായാണ് കാണപ്പെട്ടത്. കളിക്കാർക്കിടയിൽ ആശയവിനിമയത്തിന്റെ വലിയ അഭാവവും ഉണ്ടായിരുന്നു. ഏതൊരു സാങ്കേതിക കണക്കുകൂട്ടലുകൾ പ്രകാരവും അസാധ്യമായൊരു തോൽവിയാണ് നമ്മൾ ഇന്ന് ഏറ്റുവാങ്ങിയത്. പ്രതീക്ഷകൾ തകർന്ന എല്ലാ വിശ്വസ്തനായ രാജസ്ഥാൻ ആരാധകരോടും ഞാൻ കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നു. ഹൃദയം തകർന്ന ക്യാപ്റ്റന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്തായാലും റിയാൻ പരാഗിന്റെ ഈ അഗ്നിപർവ്വതം പോലെയുള്ള പൊട്ടിത്തെറി രാജസ്ഥാൻ റോയൽസിന്റെ ഡ്രസ്സിംഗ് റൂമിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും സൂചനയാണ് നൽകുന്നത്. 225 റൺസ് നേടിയിട്ടും ഇത്തരത്തിൽ മുട്ടുകുത്തുന്നത് ഒരു പ്രൊഫഷണൽ ടീമിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണെന്ന് ക്രിക്കറ്റ് വിദഗ്ധരും സമ്മതിക്കുന്നു. പ്രകടനം മോശമാക്കുന്ന കളിക്കാർക്ക് ഇനി ടീമിൽ സ്ഥാനമുണ്ടാകില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ വാക്കുകൾ. ക്യാപ്റ്റൻ പരാഗിന്റെ ഈ കൈപ്പേറിയ സത്യങ്ങൾ നിങ്ങളെയും ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ ഈ പിന്തുണ രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിന്റെയും സെലക്ടർമാരുടെയും കാതുകളിൽ ഒരു ശക്തമായ ശബ്ദമായി എത്തട്ടെ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.